UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി KC വേണുഗോപാൽ തന്നെയോ? VD സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാന സ്വപ്നങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ നിന്ന് KC വേണുഗോപാലിന് അനുകൂലമായി വലിയ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായ നീക്കം, ഓർക്കാപ്പുറത്തുള്ള നീക്കം. I2I ന്യൂസ് ഇത് തുടക്കത്തിൽ തന്നെ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ പ്രവചനം ശരിയാണ് എന്ന് തെളിയുകയാണ്. ഇപ്പോൾ മുതിർന്ന നേതാവ് K സുധാകരൻ KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് ഏറ്റവും അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത്. K സുധാകരൻ എന്താണ് തൻ്റെ FB പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? KC വേണുഗോപാലിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് K സുധാകരൻ. കേരളത്തിലെ അനിഷേധ്യനായ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് പ്രവർത്തകരെ ഉണർത്തിയ നേതാവ്, കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യം, എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരുപോലെ സ്വാധീനിക്കാനും അവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനും തക്ക വിധമുള്ള അസാധ്യമായ നേതൃപാഠവുമുള്ള നേതാവാണ് KC വേണുഗോപാൽ എന്നാണ് K സുധാകരൻ പറയുന്നത്. മാത്രമല്ല K സുധാകരൻ KC വേണുഗോപാലിനെ ആരോടൊക്കെയാണ് ഉപമിച്ചേക്കുന്നതെന്ന് പരിശോധിക്കുക. K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, ഈ ഗണത്തിൽ വരുന്ന നേതാവാണ് KC വേണുഗോപാൽ എന്നാണ് K സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഇതോടെ VD സതീശൻ ക്യാമ്പ് ഞെട്ടിവിറച്ചിരിക്കുകയാണ്. K സുധാകരന് പിന്നാലെ ഇതാ വന്നിരിക്കുന്നു മാലപ്പടക്കം പോലെ KC വേണുഗോപാലിന് പിന്തുണയുമായി നേതാക്കൾ സന്ദീപ് വാര്യർ, മാത്യു കൊൾനാടൻ, റോജി M ജോൺ അടക്കമുള്ള വലിയൊരു നിര KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. UDF ഭൂരിപക്ഷം നേടിയാൽ KC തന്നെയായിരിക്കും കേരളത്തിൽ മുഖ്യമന്ത്രിയാവുക എന്ന നിലപാടിലേക്ക് അവർ വന്നിരിക്കുന്നു. നേരത്തെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് KC വേണുഗോപാലിനെ പിന്തുണച്ചു കൊണ്ടുവന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി എന്താണ് KC വേണുഗോപാലിനെ കൂടുതൽ കരുത്തനാക്കുന്ന ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇത്തവണ ആരൊക്കെ മത്സരിക്കണമെന്ന് അന്തിമ തീരുമാനമെടുത്തത് KC വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധിക്ക് മേൽ അദ്ദേഹത്തിന് കൃത്യമായ ആധിപത്യമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് മേൽ അദ്ദേഹം പറയുന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി പോവില്ല എന്ന് KC വേണുഗോപാൽ കേരളത്തെ സംബന്ധിച്ച്. മാത്രമല്ല തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പിന്തുണയും KC വേണുഗോപാലിനുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് രേവന്ത് റെഡ്ഡിയും KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന 3 അംഗ ടീമാണ്. അവിടെ സതീശന് യാതൊരു റോളുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സതീശന്റെ അവകാശവാദങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുകയാണ്. K സുധാകരൻ ഇറങ്ങിക്കളിച്ചതോടുകൂടി VD സതീശൻ പറയുന്ന ഓരോ അവകാശവാദങ്ങളും പൊളിഞ്ഞു വീഴുകയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഏറ്റവും അവസാനമായി കാണുന്ന കാഴ്ച. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് ഏതാണ്ട് നിശബ്ദമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് വേണ്ടി കുറേയധികം സൈബർ പോരാളികൾ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിലും ഇത്രയും പ്രത്യക്ഷമായി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ആരും വന്നില്ല എന്നുള്ളതും ഈ അവസരത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. K സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളടക്കം KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. K കരുണാകരന് ശേഷമുള്ള, AK ആന്റണിക്ക് ശേഷമുള്ള, ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള, വയലാർ രവിക്ക് ശേഷമുള്ള കേരളത്തിലെ ലീഡറാണ് KC വേണുഗോപാൽ എന്ന് K സുധാകരൻ അടക്കമുള്ളവർ പറയുമ്പോൾ തീർച്ചയായും KC വേണുഗോപാൽ തന്നെയായിരിക്കും UDFന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് തീർത്തു പറയേണ്ടി വരും. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള അവസ്ഥയാണ് കോൺഗ്രസിന് വരിക. VD സതീശനെ തകർത്ത് തരിപ്പണമാക്കുന്ന നീക്കമാണ് കോൺഗ്രസിനകത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. I2I News, an eye for truth. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.